മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ആത്മീയമായ സാരോപദേശം കേൾക്കാൻ പാകപ്പെടുത്താനായിരുന്നു മുൻകാലങ്ങളിൽ വയലിന്റെ മജ്ലിസുകളിൽ ഖസീദത്തുൽ ബുർദ ആദ്യാവസാനം ചൊല്ലിത്തീർത്തത്. ഇന്ന് പ്രഭാഷണം മഗ്രിബ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കണം, 9 മണിക്ക് സമാപിക്കണം, എന്നാലേ ആളെ കിട്ടുകയുള്ളൂ എന്ന നിരീക്ഷണത്തിലാണ് നമ്മുടെ പ്രവർത്തകന്മാർ. പാതിരാ വയലിന്റെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ചൂട്ടും കത്തിച്ച് കിലോമീറ്ററുകളോളം വയല് കേൾക്കാൻ ഉമ്മപെങ്ങന്മാർ നടന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുബ്ഹിന്റെ വാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോഴാണ് വയല് തീരുന്നത്. എന്നാൽ ആ സദസ്സിൽ നിന്ന് ഒരാളും എഴുന്നേറ്റ് പോവാറില്ല. പൂർണ്ണമായി ആ സദസ്സിൽ ഇരിക്കുകയും ആ സദസ്സിലെ ഉസ്താദിന്റെ വയല് കേൾക്കുന്ന സമയത്ത് 2 കണ്ണുകളും ഇങ്ങനെ നിറഞ്ഞൊലിക്കുകയും ചെയ്യുകയാണ്. വയലങ്ങ് കഴിയുമ്പോൾ കണ്ണീർ തുള്ളികളെ കൊണ്ട് ഹൃദയത്തിലെ കറുപ്പുകൾ കഴുകി വൃത്തിയാക്കുകയാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് ആത്മീയമായ ഉപദേശങ്ങളുടെ വേദികൾ സംഘടിപ്പിക്കപ്പെടുന്നത്, സംഘടിപ്പിക്കപ്പെടേണ്ടത്. പേരിന് വേണ്ടിയാവരുത്, പ്രശസ്തിക്ക് വേണ്ടിയാകരുത്, ജനങ്ങൾക്കിടയിൽ ആളാവാൻ വേണ്ടിയാവരുത്. അതെ, എല്ലാവരും നല്ല പ്രഭാഷകനാണെന്ന് പറയാനുള്ള ലക്ഷ്യത്തിലാവണ്ട. വയലിന് എല്ലാവരും മാർക്കിടണം എന്ന ഒരു ഹിഡൻ അജണ്ട മനസ്സിൽ തോന്നണ്ട. മറിച്ച് ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, ഏതേത് അമല് ദുനിയാവിൽ നീ ചെയ്യുന്നുണ്ടെങ്കിലും ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാവണം. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിൽ നിയ്യത്ത് നന്നാക്കി തരണം റഹ്മാനേ. ഏത് അമല് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് അതിൽ ഇഖ്ലാസ് തരണേ അല്ലാഹ്. മൻഹജന്റെ ക്യാമ്പസിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടുന്നത് സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാനല്ലേ? സുഹൃത്തുക്കളെ, എത്ര കാലമായി സ്വലാത്തിന്റെ പോരിശകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് സ്വലാത്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ലികുല്ലി ശൈഇൻ വസ്ലുൻ വതഹാറ, എല്ലാ ഓരോ വസ്തുവിനും ശുദ്ധീകരണ പ്രക്രിയകളുണ്ട്. ഞാനും നിങ്ങളും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അഴുക്കായി, മാലിന്യമായി, അതേ അഴകിയാൽ ഈ വസ്ത്രം കൊണ്ടുപോയി നമ്മുടെ ഭാര്യമാരെ കരങ്ങളിൽ വെച്ചു കൊടുത്താൽ, ഉമ്മമാരെ സമീപത്ത് അഴിച്ചു വച്ചാൽ അവര് മനോഹരമായി അത് വാഷ് ചെയ്യുന്നു, വൃത്തിയാക്കി തരുന്നു. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി അടുക്കും ചിട്ടയിലും വെക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ഫോണുകളിൽ വൈറസ് കയറിയാൽ സർവീസിന് കൊടുക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിശ്ചിത കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ സർവീസ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ വസ്തുവിനും ശുദ്ധീകരണമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്നാൽ വതഹാറത്തു ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളാകുന്ന വീടുകൾ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയുമോ? അസ്സലാത്തു അലയ്യ, എന്റെ പേരിൽ അവർ ചൊല്ലുന്ന സ്വലാത്തുകളെ കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഒരു സ്വലാത്തു ചൊല്ലിയാൽ നമ്മളുടെ ഹൃദയം വൃത്തിയാവുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇദൻ തുക്ഫാ ഹമ്മുക വയുഗ്ഫറു ദംബുക. സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ ടെൻഷൻ മാറുന്നതാണ്, നിങ്ങളെ പാപം പൊറുക്കപ്പെടുന്നതാണ്. എല്ലാ ദിവസവും ഒരു 100 തവണ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലാൻ ഉമ്മമാരെ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ആത്മീയ മജ്‌ലിസിലെ ഞാനും നിങ്ങളും അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ അത് വലിയ കാരണമായി തീരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ മദീനയിലേക്ക് പോവാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും മദീന മുനവ്വറയിൽ എത്തിച്ചു തരണേ റഹ്മാനേ. ഈ സദസ്സിൽ ഒത്തുകൂടിയ ചെറിയവരെയും വലിയവരെയും സ്ത്രീ പുരുഷന്മാരെയും മദീന കാണിക്കും മുന്നേ മൗത്താക്കല്ലേ അല്ലാ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദിദയാൽ ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. ഇരിക്കുന്ന കസേര എടുത്തിട്ട് ഒരു 2 സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് വരിക. എല്ലാവരും വരും, ഒരേ ലൈനിലാക്കി. റെഡി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മുഅ്മിനീങ്ങൾ സ്വലാത്തു ചൊല്ലൽ സുന്നത്തായ കാര്യമല്ല. അത് സുന്നത്ത് ആകുന്ന സമയങ്ങളുണ്ട്, എന്നാൽ നിർബന്ധമായ സന്ദർഭങ്ങളുമുണ്ട്. അതിലൊരു സന്ദർഭമാണ് 5 നേരത്തെ നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കും മുന്നേ ഹബീബായ തങ്ങളെ പേര് വിളിച്ച് സുബ്ഹാനല്ലാഹ് തങ്ങളെ വിളിച്ചിട്ട് അങ്ങ് പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഈ വാചകങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ ഹറക്കത്ത് വിഴച്ചുപോയാൽ, തങ്ങളെ വിളിക്കുന്നിടത്ത് വല്ല അപാകതകളും സംഭവിച്ചു പോയാൽ നിസ്കാരം സ്വീകാര്യമല്ല. ഉമ്മമാരെ, ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലാതെ നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം പടച്ച റബ്ബിന് വേണ്ട.
ഇത്രയും വലിയ പോരിശയുള്ള ഒരു അമലാണ് തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ടാണ് ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് സല്ലു അലൈഹി. അല്ലാഹുവും മലക്കുകളും ആ നേതാവിന്റെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. നിങ്ങളും ആ തങ്ങളെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണേ. അല്ലാഹു നമുക്ക് ആ ആജ്ഞാപനം സ്വീകരിച്ച് ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടാൻ പൂർവികരായ മഹാന്മാര് ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏതേത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവരെ ഹബീബായ തങ്ങളുമായിട്ടാണ് സമീപിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദി ശൈഖ് അബൂ മുഹമ്മദ് സ്വാലിഹ് തങ്ങൾ പറയാണ്, കുന്തു ഫീ കുല്ലി സനത്തിൻ തംറളു ഐനി. എല്ലാ വർഷവും എൻ്റെ കണ്ണ് രോഗം ബാധിക്കാറുണ്ട്, കണ്ണിന് രോഗം വരാറുണ്ട് എല്ലാ വർഷങ്ങളിലും. ഫലമ്മാ കുന്തു ഫീ മദീനത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലായിരുന്ന സമയം, മരിളത്ത് ഐനി, എനിക്ക് പതിവ് പോലെ കണ്ണിന് രോഗം ബാധിച്ചു. ഫജിഅ്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ സമീപത്തേക്ക് അങ്ങ് ചെന്നിട്ട് വഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന ഫീ ഹിമായതിക ഫഇന്ന ഐനി മരീളാ. ഞാൻ അവിടുത്തെ സമീപത്ത് നിന്ന് കാവല് ചോദിക്കാൻ വന്നതാണ്. എന്റെ കണ്ണ് രോഗം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നബിയെ, എന്റെ കണ്ണിന്റെ രോഗം മാറ്റിത്തരണേ. ഉടനെ അതാ കുറഞ്ഞ സമയങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ ഫഉഫീതു, എന്റെ കണ്ണിന്റെ രോഗം മാറിപ്പോയി. ഫലം അശുക്കു ഐനി ഇലൽ ആൻ, ഈ സമയം വരെ പിന്നെ എന്റെ കണ്ണിന് രോഗം ബാധിച്ചിട്ടില്ല. ബിബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ സമീപത്ത് ചെന്ന് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട്. മിസ്ബാഹുൽ അലാമിൽ ബഹുമാനപ്പെട്ട ഇമാം മറാകിശി തങ്ങൾ എഴുതുകയാണ്, ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഹബീബായ തങ്ങളെ സമീപിച്ചു. അവരെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിച്ചിട്ടുണ്ട്. ദുനിയവിയും മുഖ്റവിയുമായ പ്രയാസങ്ങൾ അവർക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഇബ്രാഹിം ഇബ്നു സിവാറുൽ ബുസൂരി തങ്ങൾ അവിടുന്ന് പറയാണ്, അവര് മദീനയിലെത്തിയപ്പോൾ ഒരു സഹോദരനുമായി കണ്ടുമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സഹോദരൻ തന്റെ അനുഭവം പറയാണ്, ഞാൻ മദീനയിൽ ഒരുപാട് കാലം താമസിച്ചു. ഫദഹബ്തു ഫളഅഫ്തു, ഞാൻ ബലഹീനനായി പോയി. എന്റെ കയ്യിലുള്ള പണങ്ങളെല്ലാം തീർന്നുപോയി. ഒരുപാട് ദിവസങ്ങൾ പട്ടിണിയിലായി പോയി. ഫഅതൈതു ഇലൽ ഹുജ്റാ, ലോകത്തിന്റെ നേതാവ് അന്തിയുറങ്ങുന്ന ഹുജ്റത്തു ശരീഫയുടെ തിരുമുമ്പിൽ ചെന്നു നിന്നു. ഖുൽതു, എന്നിട്ട് വിളിച്ചു, യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും
ഞങ്ങളുടെയും നേരാവായ നബിയേ, അന റജുലുൻ മിൻ അഹ്ലി മിസ്ർ, ഞാൻ മിസ്റിൽ നിന്ന് വന്ന മിസ്റുകാരനാണ്. വലി ഖംസത്തു അശ്ഹുരിൻ ഫീ ജിവാരിക, 5 മാസമായി അവിടുന്ന് കിടക്കുന്ന മദീനത്ത് വന്ന് ഞാൻ താമസമാക്കിയിട്ട് വഖദ് ലഉഫ്തു, ഞാനിപ്പം വലിയ പ്രയാസത്തിലാണ് നബിയേ. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉപജീവന മാർഗങ്ങൾക്കോ കഴിവില്ലാതെ അലയുകയാണ്. അസ്അലുല്ലാഹ വ അസ്അലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിനോടും അവിടുത്തോടും ഞാൻ ചോദിക്കുന്നു നബിയേ, അൻതുസ്ഖിറ ലീ മൻ യുസ്ബിഉനി, എനിക്ക് വിശപ്പ് മാറ്റി തരുന്ന ഒരാളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞേക്കാൻ. ആലോചിക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ പട്ടിണി കിടക്കുന്ന സമയത്ത് വിശപ്പ് മാറ്റാൻ, ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഖബറു ശരീഫിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ചെന്നിട്ട് ആവലാതി പറയുകയാണ്. ഹബീബായ തങ്ങൾ കിടക്കുന്ന ഖബറു ശരീഫിന്റെ സമീപത്തിരുന്ന് ഞാൻ ഒരുപാട് നേരം ദുആ ഇരുന്നു. വജലസ്തു ഇൻദൽ മിമ്പരി, 14-ാം രാവിലെ പൗർണമിയേക്കാൾ പ്രകാശപൂരിതമായ മുഖത്തോടുകൂടി ആയിരക്കണക്കിന് അനുചരന്മാരോട് സംവദിക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് കയറി നിന്ന മിമ്പറു ശരീഫിന്റെ സമീപത്ത് ചെന്ന് ഞാൻ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, ഫഇദം ബിറജുലിൻ, അതാ അന്നേരത്ത് ഒരു മനുഷ്യൻ വരുന്നു. ഖദ് ദഖല ഇലൽ ഹുജ്റ, ലോകത്തിന്റെ നേതാവ് ഉറങ്ങുന്ന ആ ഹുജ്റത്തു ശരീഫയിലേക്കാണ് കടന്നു വരുന്നത്. ഫവഖഫ യതകല്ലമു ബികലാമി വയഖൂലു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം എന്തല്ലോ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിന്റെ സമയത്തെ അദ്ദേഹം വിളിക്കുന്നുണ്ട്, യാ ജദ്ദാ, യാ ജദ്ദാ, പൊന്നുപ്പാ, ഉപ്പാപ്പാ. അൽഹംദുലില്ലാഹ്, മൻഹജിലെ ക്യാമ്പസിലെ മുദർരിസായി ബഹുമാനപ്പെട്ട സാലിം ബുഖാരി തങ്ങൾ ഉപ്പാപ്പ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ, നേതൃത്വം നൽകാൻ നിങ്ങളെ നാട്ടിലുണ്ടല്ലോ. ഇത് വലിയ അനുഗ്രഹമാണ് സഹോദരാ, ഇത് വലിയ നിധിയാണ് ഉമ്മ. കാരണം ഇമാം ശാഫിഈ തങ്ങളെ പോലെയുള്ള മഹാന്മാര് പരലോകത്ത് വനത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് സ്വീകരിച്ച മറുപടിയെ മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ സ്നേഹിക്കുക എന്ന വഴിയാണ്. അല്ലാഹ് സാദാത്തുക്കളെ സ്നേഹിക്കാനും അവരെ അനുസരിച്ച് ജീവിക്കാനും അവര് മുഖേന അവരെ ഉപ്പാപ്പയിലേക്ക് ഒരു വിസ്വാല് നേടാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സോദരൻ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് സുമ്മ ജാഇലയ്യോ, ഇമാം പറയാണ്, മുത്തുനബിയോട് സലാം പറഞ്ഞതിന് ശേഷം ആ വന്ന ആള് എന്റെ മുമ്പിലേക്ക് അങ്ങ് വന്നു. വഖബല അലയാ യദയ്യ, എന്റെ കൈകൾ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഖും, എഴുന്നേൽക്കുമോനെ. ഫഖുംതു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എഴുന്നേറ്റ്
എഴുന്നേറ്റ് നിന്നു. ഫഖറജ ബി മിൻ ബാബി ജിബ്രീല, ബാബു ജിബ്രീലിലൂടെ മദീന പള്ളിയുടെ ഹബീബായ തങ്ങളുടെ കാലിന്റെ ഭാഗത്തുള്ള ഡോറിന്റെ പേരാണ് ബാബു ജിബ്രീൽ. ആ ബാബു ജിബ്രീലിലൂടെ എന്റെ കൈപിടിച്ച് വന്ന സഹോദരൻ പുറത്തേക്ക് പോയി. വഗദാഇലൽ ബഖീ, ജന്നത്തുൽ ബഖീയിലൂടെ നടന്നുപോയി. വഖറജ മിനു, ജന്നത്തുൽ ബഖീയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരുപാട് നേരം എന്നെ കൊണ്ടുപോയപ്പോ ആ സഹോദരന്റെ കൂടെ യാത്ര ചെയ്തപ്പോ ഫൈദം ബിഖൈമത്തിൻ മദ്റൂബ, അവിടെ അതാ ഒരു ടെന്റ് നിർമ്മിച്ചത് കാണുന്നു. വാജാരിയത്തുൻ വഅബ്ദുൻ, ആ ടെന്റിൽ ഒരു വേലക്കാരിയായ സ്ത്രീയെ കാണുന്നു. ഈ സഹോദരന്റെ ഖാദിമായ മനുഷ്യനെയും കാണുന്നു. ഫഖാല ലഹുമാ, അവരോട് രണ്ടുപേരോടും എന്നെ കൊണ്ടുപോയ മഹാൻ പറയാണ്, ഖുമാ ഇസ്നഅ ലിളൈഫികുമാ ഐശോ, നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഞാനൊരു വിരുന്നുകാരനെ കൊണ്ടുവന്നിരിക്കുകയോ, പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കൂ, വിരുന്നുകാരനെ വിരുന്നൂട്ടൂ, ഈ അതിഥിക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കൂ. ഫഖാമൽ അബ്ദു വജമഅൽ ഹതബ്, അടിമയും അതുപോലെ വേലക്കാരിയും അവിടുന്ന് എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്, വിറകുകളൊക്കെ കൊണ്ടുവന്ന് വൗഖദന്നാർ, അടുപ്പിൽ തീ മൂട്ടി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അവര് ഭക്ഷണത്തിന്റെ പാചക പ്രവർത്തനങ്ങളിലേക്ക് നടന്നപ്പോ സുഹൃത്തുക്കളെ, ഇമാം പറയാണ്, വശഅഗലനി ബിൽ ഹദീസി, ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഞാനുമായിട്ട് ഇദ്ദേഹം ഒരുപാട് സംസാരിച്ചിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. മുതഅല്ലിമുകളെ, ഭക്ഷണം കഴിക്കാൻ ക്യാന്റീനിലേക്ക് പോകുമ്പോ ഒരു നേരം ഭക്ഷണം കിട്ടാൻ അല്പം സമയമെടുത്തു എന്ന് സങ്കൽപ്പിക്കൂ. ആ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുന്ന നേരത്തും ഇൽമു പഠിക്കുന്ന മക്കള് നിർവഹിക്കേണ്ടത് പഠിച്ച ഇൽമുകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. അത് മനപ്പാഠമാക്കിയ നഹ്വിന്റെ ഖായിദകളെ കുറിച്ച് ആലോചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹപാഠികളോട് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെയാണ് മുതഅല്ലിമീങ്ങൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നാഫിയായ ഇൽമു തരണേ അല്ലാഹ്. ഇൽമുമായ സംസാരങ്ങളെ ചർച്ചകൾ നടത്തി. സുബ്ഹാനല്ലാഹ്, സമയത്തതാ ഖാദിമും വേലക്കാരിയും ഭക്ഷണം കൊണ്ടുവരുന്നു. നല്ല ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങളെ മുമ്പിലേക്ക് എത്തുന്നു. അവര് കൊണ്ടുവന്ന പാത്രത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്. എന്നെ കൊണ്ടുപോയി ആ ടെന്റിൽ സൽക്കാരം നടത്തുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, കുൽ, ഓ സുഹൃത്തെ, ഭക്ഷണം കഴിക്ക്. ഫഅകൽതു ശൈഅൻ ഖലീലാ, ഞാൻ ആ ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറഞ്ഞത് കഴിച്ചു. ഒരു വീട്ടിലേക്ക് നമ്മൾ മുൻകൂട്ടി വിവരം അറിയിക്കാതെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണിത്. മുമ്പിൽ കാണുന്നതെല്ലാം എടുത്തു കാലിയാക്കി പോരരുത്. കാരണം ആ വീട്ടുകാര് നേരത്തെ നമുക്ക് ഭക്ഷണം കരുതിയിട്ടില്ല. നമ്മൾ അത് കാലിയാക്കിയാൽ അവര് പട്ടിണിയാകും. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടിയാണ് മുൻകൂട്ടി വിവരം കൊടുക്കാതെ ഒരു വീട്ടിലെത്തിയാൽ നമ്മൾ അവിടുന്ന് കഴിക്കേണ്ടത്. സുഹൃത്തുക്കളെ, സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്.
ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഇതിനൊന്നും ഒരു പ്രയാസമുണ്ടായി വരണമെന്നില്ല. പഴയ കാലങ്ങളിൽ വലിയ പട്ടിണിയായിരുന്നല്ലോ. പുതിയ കാലത്തെ പുതിയ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. കുറഞ്ഞത് ഞാൻ ഭക്ഷിച്ചു. ആ സമയത്ത് ആ സഹോദരൻ എന്നോട് നിർബന്ധിച്ചു, ഇനിയും കഴിക്കണം. ഞാൻ അതുപോലെ കുറച്ചുകൂടി കഴിച്ചു. മൂന്നാമതും പറഞ്ഞു, ഭക്ഷിക്കൂ സഹോദര. ആ സമയത്ത് ഞാൻ പറഞ്ഞു, യാ സയ്യിദി, ഈ വീട്ടിന്റെ ഉടമസ്ഥനായ സഹോദര, ലി അശ്ഹുറുൻ, ഞാൻ മാസങ്ങളായി മദീനത്ത് താമസിക്കുന്നില്ലം ആക്കുൽ ഫീഹാ, ഞാൻ വയറ് നിറയെ ഈ മദീനയിൽ മാസങ്ങളായി താമസിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് വലാ അസീദു ശൈആ, നേരത്തെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഞാനിപ്പം കഴിക്കൂല. അങ്ങനെയുണ്ട്. ഒരു ദിവസം കൂടുതൽ കഴിച്ചാൽ രണ്ടാമത്തെ ദിവസം ആ സമയമാകുമ്പോ അത്രയും കിട്ടണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടണം. ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബാക്കിയുള്ള ഭക്ഷണം എന്റെ കയ്യിൽ പാക്ക് ചെയ്ത് തന്നു അവര്. എന്റെ പേര് ചോദിച്ചു, ഞാൻ എന്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്നോട് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, ബില്ലാഹി അലൈക്, നിങ്ങളോട് അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം പറയട്ടെ. ലാ തഉദ് തശ്കൂ ഇലാ ജദ്ദി, ഓ സഹോദരാ, നിങ്ങൾക്ക് ഇങ്ങനെ വിശപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്റെ ഉപ്പാപ്പയുടെ സമീപത്ത് തിരിച്ചു ചെന്നിട്ട് ആവലാതി പറയരുത് കേട്ടോ. നിങ്ങൾ വിശപ്പിന്റെ സങ്കടം തങ്ങളോട് പറയുമ്പോ എന്റെ ഉപ്പാപ്പക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ലോകത്ത് ഏതെങ്കിലും ഹബീബായ തങ്ങളെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്ന സമയത്ത് മദീനയിലേക്ക് തിരിഞ്ഞ് ആ നേതാവിനെ അങ്ങ് വിളിച്ചാൽ ഖുബ്ബത്തുൽ ഖൽറയുടെ ചുവടെ കിടക്കുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾ വല്ലാതെ വേദനിക്കുന്നതാണ്, പ്രയാസപ്പെടുന്നതാണ്. ഹബീബായ തങ്ങളുടെ പേരക്കിടാവ് പറയാണ്, മനുഷ്യ, നിങ്ങൾക്ക് വിശപ്പ് വരുന്ന സമയത്ത് ഹബീബിന്റെ ഖബർ ശരീഫിന്റെ ഓരത്ത് എന്ന് നിങ്ങളെ വിശപ്പിന്റെ സങ്കടം പറയരുത്. സുബ്ഹാനല്ലാഹ്. മോനെ, മതാ ജുഅത യഅതീക റിസ്ഖുക, നിനക്ക് വിശപ്പ് വരുമ്പോ ഖാലിഖായ റാസിഖായ റബ്ബ് നിനക്ക് വിശപ്പടക്കാനുള്ള ആഹാരം നിന്റെ സമീപത്തേക്ക് എത്തിച്ചു തരും. ഇനി എന്റെ ഉപ്പാപ്പനെ നീ പ്രയാസപ്പെടുത്തരുതേ മോനെ. അങ്ങനെ അതാ ഖാദിമായ സഹോദരനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഖുദ്ഹു വഔസിൽഹു ഇലാ ഹുജ്റത്തി ജദ്ദി, വിരുന്നുകാരനെയുമായി പോവണം. മദീനത്തെ പള്ളിയുടെ ചെരുവിൽ ഹബീബായ തങ്ങളുടെ ഹുജ്റയുടെ പരിസരത്ത് ഈ മനുഷ്യനെ എത്തിച്ചു കൊടുത്ത് തിരിച്ചു വാ. സുബ്ഹാനല്ലാഹ്. നേരം വെളുപ്പായപ്പോൾ ഖാദിമായ സഹോദരന്റെ കൂടെ ഞാൻ മദീനത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. വഴിയിലെത്തിയപ്പോ ജന്നത്തുൽ ബഖീന്റെ പരിസരത്തെത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പൊയ്ക്കോ, കാണുന്നതല്ലേ ലോകത്തിന്റെ നേതാവിന്റെ വൈറ്റ് ഹൗസ്, റസൂലുള്ളാഹി തങ്ങളുടെ ഖുബ്ബത്തുൽ ഖൽറ കാണുന്നതാണല്ലോ, ഞാന് പോയിക്കൊള്ളോ, നിങ്ങളെ തിരിച്ചു പോയിക്കോ. ആ സമയത്ത് ആ മനുഷ്യനെയുമായി വരുന്ന ഖാദിമ് പറയാണ്, എനിക്ക് പോവാൻ പറ്റില്ല.
ഉഫാരിഖുക ഹത്താ ഔസിലക ഇലൽ ഹുജ്റ. നിങ്ങളെ മദീനത്തെ പള്ളിയുടെ ചെരുവില് മുത്തുനബിന്റെ ചാരത്തെത്തിച്ചിട്ടല്ലാതെ തിരിച്ചു പോകാൻ കഴിയില്ല. ഫഅല്ലാ യുഅലിമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദി, ഞാൻ നിങ്ങളെ വഴിയിൽ നിന്ന് യാത്ര പറഞ്ഞാൽ ഹബീബായ തങ്ങള് എന്റെ യജമാനന് വിവരം കൊടുക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അത് ഞാൻ ഭയപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് പൂർവികരായ മഹാന്മാരുടെ മനസ്സിലുള്ള വിശ്വാസം. ഇതാണ് ഹബീബായ തങ്ങളുടെ ഇടപെടുന്ന സ്വഭാവം. അവിടുത്തെ ക്രിയവിക്രയത്തിലുള്ള പൂർവികരുടെ ഉറച്ച വിശ്വാസം. അങ്ങനെ ആ മഹാന്റെ കൈപിടിച്ച് മദീനത്തെ പള്ളിയിൽ എത്തിച്ചു കൊടുത്ത് ഹബീബായ തങ്ങളുടെ ഹുജറത്തു ഷരീഫയുടെ മുമ്പിലെത്തിച്ച് ആ ഖാദിമായ സഹോദരൻ തിരിച്ചുപോയി. ഇദ്ദേഹം പറയാണ്, ആ പേരക്കിടാവാകുന്ന തങ്ങളുടെ ഉപദേശം ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് വിശപ്പ് വരുന്ന സമയത്ത്, എനിക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ഞാൻ തങ്ങളോട് ചെന്ന് സങ്കടം പറഞ്ഞിട്ടില്ല. ആ തങ്ങളുടെ നാവിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് വിശപ്പടക്കാൻ ആഹാരം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എന്റെ മുമ്പിൽ ഭക്ഷണം എത്താറുണ്ട്. പലരും എന്നെ കൊണ്ടുപോയി ഭക്ഷണം തരാറുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്താണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്തുകാലത്തും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഒരുപാട് മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവിടുത്തോട് സങ്കടം പറഞ്ഞത് ചരിത്രത്തിലുണ്ട്. ആ സങ്കടങ്ങൾക്കൊക്കെ തങ്ങൾ പരിഹാരം നേടിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഖൽബിൽ തങ്ങളോടുള്ള ഹുബ്ബ് ഏറ്റിത്തരണം റഹ്മാനെ. അസിയാം അബ്ദിദ ഉമൈബാബിൽ അനുന്ദിദ അഫ്വിന്നായിരക്കുന്നു ഹബീബി യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഇങ്ങനെ പോരാ. എനിക്ക് ജീവനില്ലാത്ത സദസ്സുമായി ഒരു പരിചയവുമില്ല. അതുകൊണ്ട് ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു നമ്മളെ ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കി തരട്ടെ. ഉറക്കെ ആമീൻ പറയുന്ന എല്ലാവരെയും അല്ലാഹു മദീനയിലെത്തിക്കട്ടെ. മരിക്കുന്ന സമയത്ത് മൽഊന്റെ ചതി കാത്ത് മനദീമാനുറപ്പിട്ട് മദദ് റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഇന്നും മദീനത്തെ ഹുജറത്തു ഷരീഫയിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൂമിന്റെ ഹബീബായ തങ്ങളുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ആ വലിയ റൂമിന്റെ ഭിത്തിയിൽ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത്, ശഫാഅത്ത് ചോദിച്ചത് ഒരുപാട് ബൈത്തുകളിലൂടെ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗ
الأهوال مقتحمي ഖസീദത്തുൽ ബുർദയിലുള്ള ഈ വരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ശരീഫയുടെ വാതിലിന്റെ പൂട്ടിന്റെ മുകളിൽ എഴുതപ്പെട്ടത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഇതുകൊണ്ടൊന്നും നമ്മൾക്ക് അതെ ശിർക്ക് വരുമോ എന്ന ഭയം വേണ്ടതില്ല. അല്പജ്ഞാനികൾ വന്ന് നമ്മളുടെ ഈമാന് കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ പതറിപ്പോകണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ബറക്കത്തുമില്ല പുത്തനാശയക്കാരുടെ കൂടലിലും പിരിയലിലും. കോഴിക്കോട്ട് വലിയ സമ്മേളനത്തിന്റെ പേരിൽ ഒരു മാമാങ്കം നടത്തി. സുബ്ഹാനല്ലാഹ്, ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ കേട്ടതെന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങളുടെ മാലപ്പടക്കങ്ങളാണ്. അല്ലാഹുവേ, ബിദ്അത്തിന്റെ ളലാലത്തിന്റെ കക്ഷികളുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. നമുക്ക് പരമ്പരാഗതമായി പൂർവീകരിലൂടെ കിട്ടിയ ഒരു ദീനുണ്ട്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഔലിയാക്കന്മാർക്ക് നമ്മളെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് ഔലിയാക്കൾ നമ്മളെ സഹായിക്കുന്നത്. അംബിയായിനോട് നമ്മൾ ആവലാതി പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞാൽ, ആ സങ്കടത്തിന് പരിഹാരം അവിടുന്ന് നമുക്ക് നേടിത്തരുന്നത് ഖാലിഖായ റബ്ബിൽ നിന്നാണ്. ഇന്നമാ അന ഖാസിം വല്ലാഹു മുഅ്തി. അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ. ആ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങി വിതരണം ചെയ്യുന്ന ആളാണ് ഞാൻ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവാണ് ആരാധ്യൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഈ തൗഹീദിന്റെ കലിമത്ത് പറയുന്ന ഒരൊറ്റ മുസ്ലിമും അമ്പിയാക്കന്മാർക്ക് സ്വന്തം കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാർക്ക് സ്വയം പര്യാപ്തതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് ഖിയാമം വരെ പറയുകയുമില്ല. അത് പറയാൻ പാടുള്ളതുമല്ല. സുഹൃത്തുക്കളെ, ഞാൻ സന്ദർഭോചിതമായി സൂചിപ്പിച്ചതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ മരണം വരെ അടിയുറച്ചു നിൽക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ആ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ നാട്ടിൽ സുശക്തമാണ്. അല്ലാഹു ആലിമീങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അദബുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ പെടുത്തി തരട്ടെ. ഹബീബായ തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ വരുന്നു തിരുസവിധത്തിലേക്ക്. എന്നിട്ട് പറയുന്നു, നബിയേ, ഞങ്ങളിപ്പോ അവിടുത്തെ സമീപത്തേക്ക് വന്നത് ഞങ്ങളെ കുട്ടികൾക്ക് മുലപ്പാൽ കുടിക്കാൻ പോലും, അതേ സ്ത്രീകളുടെ മുലപ്പാൽ പോലും വറ്റി വരണ്ടുപോയി. ഞങ്ങളെ കന്നുകാലി മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വെള്ളം കിട്ടാതെ വരൾച്ച സംഭവിച്ചു പോയി. കുടിക്കാനുള്ള വെള്ളം കിട്ടാത്ത വല്ലാത്ത ക്ഷാമം നേരിട്ടു പോയി. അതുകൊണ്ട് നബിയേ, ഞങ്ങൾക്ക് മഴ വേണേ നബിയേ. അഅറാബി ഒരു പാട്ടുപാടുകയാണ്.
أتيناك والنذراء يدمى لبانها وقد شغلت أم صبي عن الطفل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഞങ്ങള് അവിടുത്തെ മുന്നിലേക്കല്ലാതെ വേറെ എവിടേക്ക് ഓടിച്ചെല്ലാനാണ് നബിയേ? അവിടുന്ന് അള്ളാന്റെ റസൂലല്ലയോ? ഞങ്ങൾക്ക് മഴ വേണേ നബിയേ. ആദരവായ തങ്ങളോട് മഴയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചോദിച്ചപ്പോ ഫഖാമ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജുറു റിദാഹു, അവിടുത്തെ ഷോള് വലിച്ചിഴച്ചുകൊണ്ട് അവിടുന്ന് അലൽ മിമ്പരി, മിമ്പറിന്റെ മുകളിലേക്ക് അങ്ങ് കയറിപ്പോയി. ഫറഫഅ യദൈഹി, ഓ മുഅ്ജിസത്തിന്റെ രണ്ട് കരങ്ങളും വാനലോകത്തേക്ക് റബ്ബിലേക്ക് അങ്ങ് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അവിടുന്ന് ഒരു ദുആ നടത്തി. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ മരീഅൻ ഗദ്ഖൻ തബ്ഖാ നാഫിയൻ ഗൈറല്ലാർ. ഈ ദുആ അങ്ങ് നടത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഫമാ റദ്ദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, റസൂലുള്ളാഹിന്റെ കൈ ഉയർത്തിയത് താഴോട്ട് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് തന്നെ അൽഖത്തിസ്സമാ, ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ ചോർന്നു തുടങ്ങി, മഴത്തുള്ളികൾ ചൊരിയാൻ തുടങ്ങി. വജഅഹുൽ ബിതാനത്തി യളിജൂൻ അൽ ഖർഖ അൽ ഖർഖ, നാട് മുഴുവൻ വെള്ളം കയറി. അതേ നടന്നു പോകുന്ന ആളുകളെല്ലാം, അതേ ഇഴജന്തുക്കളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. നടന്നു പോകുന്ന ആളുകൾ വെള്ളത്തിലൂടെ നടക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, മദീനയിൽ പ്രളയം വന്നപ്പോ മഴ പെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞപ്പോ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, മുത്തുനബി രണ്ടാമത് ദുആ ചെയ്യേണ്ടി വന്നു. അല്ലാ, ഞങ്ങൾക്ക് മതി, ഞങ്ങളെ ചുറ്റുവട്ടങ്ങളിലേക്കും ഈ മഴയെ ആക്കണേ അല്ലാ. ആ സമയത്ത് കാർമേഘങ്ങൾ തെളിഞ്ഞോ. മദീനയിൽ മഴ നിന്നപ്പോ ഈമാനുള്ള ഉമ്മമാരെ, വളഹിക്കൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അങ്ങ് ചിരിച്ചുപോയി. ഹത്താ ബദത് നവാജിദുഹു, നബി തങ്ങളുടെ പല്ലുകൾ പുറത്തു കണ്ടുപോയി. സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചിട്ട് പറഞ്ഞു, ലില്ലാഹി ദർറു അബീ ത്വാലിബ് ലൗ കാന ഹയ്യാ ഖറത്ത് ഐനാ, എന്റെ പിതാവിന്റെ സഹോദരൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വലിയ മോചിതത്ത് കാണുമ്പോ എന്റെ പൊന്നുപ്പാന്റെ സഹോദരനായ അബൂ ത്വാലിബ് സന്തോഷിക്കുമായിരുന്നല്ലോ.
എന്നിട്ട് തങ്ങളെ ചോദിക്കുന്നു മയ്യുൻസിദുനാ ഖൗലഹു. ഞാൻ കുട്ടിപ്രായത്തുള്ളപ്പോൾ, എന്റെ ഇളയം പ്രായത്തിൽ ഞാൻ ഇരുന്നപ്പോ, മക്കക്കാർക്ക് മഴ കിട്ടാതെ വന്നപ്പോ, എന്റെ ഉപ്പാന്റെ സഹോദരൻ അബൂ താലിബ് തങ്ങളും കുടുംബവും എന്നെ വാനലോകത്തേക്ക് കാണിച്ചു കൊണ്ടിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാ, ഈ മുഹമ്മദ് മോന്റെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ. ആ സമയത്ത് മഴ പെയ്യാറുണ്ടായിരുന്നു. അബൂ താലിബ് സന്തോഷിക്കാറുണ്ടായിരുന്നു. അവര് ഇന്ന് ഈ മോചിസത്ത് കാണാൻ ജീവിച്ചിരിപ്പില്ലല്ലോ. അബൂ താലിബ് അന്നൊരു പാട്ട് പാടാറുണ്ടായിരുന്നു. എന്നെ കാണിച്ച് ദുആക്ക് വേണ്ടി അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ മഴ പെയ്യുന്ന സമയത്ത് അബൂ താലിബ് ഒരു പാട്ട് പാടാറുണ്ട്. ആ പാട്ട് പാടാൻ അറിയുന്നവര് ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? സ്വഹാബത്തുൽ കിറാമിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്. എന്റെ ബാപ്പ പാടാറുണ്ടായിരുന്ന പാട്ട് മകനാകുന്ന ഈ അലി പാടിത്തരാം നബിയേ. وأبيال يستسقى ومامو بوجهه ثمال اليتامى عصمة للأرامل. ഹബീബിന്റെ വെളുത്ത കരങ്ങള് പിഞ്ചോമന പൈതലാകുന്ന സമയത്ത് അബൂ താലിബ് പിടിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടുകയാണ്. റസൂലുള്ളാഹിന്റെ 14 രാവിനേക്കാൾ പ്രശോഭിതമായ മുഖം വാനലോകത്തേക്ക് വെളിപ്പെടുത്തിയിട്ട് മഴ കൊണ്ടാ എന്ന് ദുആ ചെയ്യുകയാണ്. ആരാണ് 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 ഈ നേതാവ്? അനാഥരെ സംരക്ഷിച്ചവരല്ലേ, വിധവകൾക്ക് അഭയം കൊടുത്തവരല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ മുർസലീൻ അനീസുൽ ഗരീബീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ ഹബീബു റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും ആ നേതാവിലേക്കൊന്ന് ലയിക്കാൻ കഴിയണം. ആ നേതാവുകളെ ഒന്ന് ചേരാൻ കഴിയണം. എന്നാൽ ദുനിയവിയും ഉഖ്റവിയുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആ രാജാവ് കിടക്കുന്ന മദീനയിൽ നിന്ന് ലഭ്യമാണ് കേട്ടോ. മദീനയിൽ നിന്ന് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. മദീനയിലെ രാജാവ് അറിയാത്ത ഒരു പ്രശ്നവുമില്ല. ഞാനും നിങ്ങളും നന്നാവുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ ആ നേതാവ് സന്തോഷിക്കുകയാണ്. ബാപ്പ സന്തോഷിക്കുന്നതിനേക്കാളേറെ, ഉമ്മാക്ക് സന്തോഷമുള്ളതിനേക്കാളേറെ
സ്വന്തം ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷിക്കുന്നതിനേക്കാളേറെ ഞാനൊരു നന്മ ചെയ്യുമ്പോ, നമുക്കൊരു നന്മ ലഭിക്കുമ്പോ സന്തോഷിക്കുന്ന ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു നിഅമത്ത് റബ്ബിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കിട്ടിയാല് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന നേതാവാണ് നമ്മുടെ പുന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസീബത്ത് നമുക്ക് എത്തിയാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ, നമ്മളൊരു മുഷിപ്പിലായാൽ, നമ്മളുടെ മനസ്സു പതറിയാൽ ഏറെ വേദനിക്കുന്ന നേതാവാണ് കാശിഫുൽ കുറൂബ് മുഫർരിജുൽ ഹുമൂം നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളേ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വേള ഏതാണ്? ദുനിയാവിലെ ജീവിതത്തിലല്ല, മറിച്ച് ആഖിറത്തിലേക്ക് യാത്ര പോകുന്ന സമയത്തിലാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൈന്യം നമ്മുടെയൊക്കെ വീടുകളില്ലേ, ആ വീടുകളുടെ ഡോറിന്റെ സമീപത്ത് എല്ലാ ദിവസവും 5 നേരത്ത് വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് കളയുന്നവരെ ആ വീട്ടിലുണ്ടെങ്കിൽ ആ സൈന്യം പിടികൂടുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് രാത്രി ഉറങ്ങാൻ വീട്ടില് പ്രൈവറ്റ് റൂമില് മണിമത്തയിലേക്ക് ചെല്ലുമ്പോ, സഹോദരാ, നിന്റെ വീട്ടിന്റെ വാതിലിന്റെ സമീപത്ത് വന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാം അവരെ സൈന്യവും പരിശോധിക്കുന്നു. നിന്റെ ആയുസ് തീർന്നിട്ടുണ്ടോ? ഇന്നത്തെ രാത്രി നിന്റെ മരണത്തിന്റെ സമയമാണോ? അല്ലാഹ്, ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ, പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഇന്നലത്തെ മജ്ലിസിൽ ആ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ നമ്മളെ കേൾക്കുന്ന ആളുകൾ ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് നമ്മളുടെ ഖൽബിലേക്ക് അങ്ങ് ലയിക്കണം. ആ ഹുബ്ബ് ലയിച്ചാൽ അവിടുന്ന് ഇഷ്ടപ്പെടുന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മളെ ജീവിതം നമ്മൾ കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലിമൂ സുബിയാനകും മഹബ്ബത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ. ഉമ്മമാരെ, ചെറുപ്പത്തിലെ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയാണ് തൊട്ടിലയിൽ ഇട്ട് കുട്ടികളെ താരാട്ട് പാടുന്ന സമയം ഹബീബായ തങ്ങളുടെ മദ്ഹ് നമ്മൾ പാടിക്കൊടുക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരല്ലേ. അവിടുത്തെ ജനനം മക്കത്താണ്, അവിടുത്തെ വഫാത്ത് മദീനയിലാണ് എന്നാണ് ആദ്യമായി നമ്മളുടെ കുട്ടിക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്തിനാണ് ഇസ്ലാം ഇത് നിർബന്ധമാക്കി കൽപ്പിച്ചത്? ആ നേതാവിനോട് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു മഹബത്ത് കിട്ടാനാണ്.
ആ മഹബത്ത് കിട്ടിയാൽ നമ്മളുടെ മക്കള് വഴിതെറ്റൂല, നമ്മളെ മക്കള് നിസ്കാരം ഉപേക്ഷിക്കൂല, നമ്മുടെ മക്കള് കള്ളു കുടിക്കൂല, നമ്മളെ മക്കള് ഹറാമിലേക്ക് കൂപ്പുകുത്തൂല. അല്ലിമൂ സുബിയാനകും മഹബ്ബത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാണ് ഉമ്മമാരെ ഈ മഹബ്ബത്ത് നമ്മളെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയുന്നത്? ഇതുപോലെയുള്ള സയ്യിദന്മാരെ സമീപത്ത് കൊണ്ടുപോയി നമ്മുടെ മക്കളെ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഇരുത്തി കൊടുക്കണോ? ആലിമീങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി നമ്മുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കണോ? ഉസ്താദുമാരിൽ നിന്ന്, തങ്ങന്മാരിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് മുത്തായ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ മക്കളെ കൽബിലേക്ക് കിട്ടുന്നതാണ്. അല്ലാ, ഞങ്ങളെ മക്കളെ പെണ്ണുപിടിയന്മാരാക്കല്ലേ അല്ലാ, കള്ളുകുടിയന്മാരാക്കല്ലേ അല്ലാ, അശ്ലീലങ്ങളുടെ അടിമകളാക്കല്ലേ അല്ലാ, ലഹരിക്ക് അടിമപ്പെടുത്തല്ലേ അല്ലാ. ആഖിറുസ്സമാനിന്റെ ഒരു ഫിത്നയിലും ഫസാദിലും, ഒരു കള്ളക്കേസിലും തീവ്രവാദത്തിലും ഭീകരവാദത്തിലും ഞങ്ങളെ മക്കളെ പെടുത്തല്ല അല്ലാ. ഇത് ആഖിറുസ്സമാനാണ്. ഉമ്മമാരെ, ബാപ്പമാരെ, ആറ്റുനോറ്റ് വളർത്തുന്ന പൊന്നോമന മക്കള് നാളെ അസ്തമാന സൂര്യനെ സാക്ഷി നിർത്തിയിട്ട് കടാരയുമേന്തിയിട്ട് നിങ്ങളെ മാറിടത്തിലേക്ക് ആ കടാര കുത്തിയിറക്കുമെന്ന ഭീഷണി മുഴക്കുമ്പോ കൈവിരല് കടിച്ചിട്ട് കാര്യമില്ല. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് വിവരം കൊടുക്കാതെ നമ്മുടെ മക്കളെ ഉയർന്ന ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിട്ടാൽ ദീനന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മധുര 17കാരികളായ പൊന്നോമന പെൺമക്കള് വിദ്യാഭ്യാസം നേടാന് അയൽ സംസ്ഥാനങ്ങളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് മെഹ്റമില്ലാതെ ഹിജാബ് പാലിക്കാതെ പറഞ്ഞു വിട്ടു. ആ മക്കളെ ഭാവി നശിപ്പിക്കുന്നതോ സംശയിക്കണ്ടോ? ഞാൻ ഇന്നലത്തെ വാളിന്റെ മജ്‌ലിസില് ഹറാമായ പ്രണയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ ആ സദസ്സ് പിരിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞ വിഷയം ഒത്തിരി ഗൗരവത്തോടെ ഒന്ന് പറയണേ. അതേ, വിവാഹിതരായ സ്ത്രീകള് ഭർത്താവ് വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോയതാണ്. ഓ, ഭർത്താവ് പാതിരാത്രിയാകുമ്പോഴോ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ഭർത്താവില്ലാത്ത സമയത്ത് അതാ അന്യപുരുഷന്മാരുമായി വിവാഹിതരായ മുസ്ലിം സ്ത്രീകള് കോള് ചെയ്യുന്നു, ചാറ്റിംഗ് നടത്തുന്നു, ഹറാമായ സംസാരങ്ങളിലും സല്ലാപങ്ങളിലും പങ്കെടുക്കുന്നു. ഇതെന്തൊരു ഗതികേടാണ്, ഇതെന്തൊരു നാശമാണ്. സുബ്ഹാനല്ലാഹ്, 2ഉം 3ഉം മക്കൾക്ക് ജന്മം നൽകിയ ഉമ്മയാ അയൽവാസിയായ അന്യമതസ്ഥനായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയോ? ഉമ്മമാരെ, ആഖിറം മറക്കല്ലേ. രക്തത്തിന്റെ പ്രസരിപ്പുള്ള സമയോ, ആരോഗ്യത്തിന്റെ പുഷ്ടിപ്പുള്ള സമയോ, ദേഹത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെടുമ്പോ
ഇതല്ല യഥാർത്ഥ ജീവിതമെന്ന് ഓർക്കണേ. അടുത്ത സെക്കൻഡില് അറ്റാക്ക് അടിച്ച് നിനക്ക് മൗത്ത് സംഭവിക്കുമെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കരുതേ, ദീന് നഷ്ടപ്പെടുത്തരുതേ, നിന്റെ ജീവിതം തുലച്ചു കളയരുതേ. ഇത് സന്ദർഭോചിതമായി ഈ ആത്മീയമായ ഉപദേശത്തില് അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളെ മക്കളില്ലെന്ന് പാതിരാത്രി സമയത്ത് ആ മക്കളുടെ കയ്യിൽ നിന്ന് ഫോണുകൾ എടുത്ത് ഒന്ന് മാറ്റിവെക്കാറുണ്ടോ? എന്തിനാ ബാപ്പാ SSLC പഠിക്കുന്ന മകൾക്ക് ഫോണ്, അതെ +1 പഠിക്കുന്ന മോന് സ്മാർട്ട് ഫോണ്. സുബ്ഹാനല്ലാഹ്, സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കാനാണ് എന്ന ന്യായമാണെങ്കിൽ അവർക്ക് അതെ എല്ലാവരും കാണുന്ന വിധത്തില് പരസ്യമായ ഒരു ഇടത്തിൽ നിന്നല്ലാതെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുതേ. ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മുടെ മക്കളെ അറിഞ്ഞോ അറിയാതെയോ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യം മറക്കരുതേ. ഈ സദസ്സിൽ ഒരുപാട് പിഞ്ചോമന മക്കളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. പറയട്ടെ മക്കളെ, ഇത് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും കാലാണ്. ഒരു മിഠായി കാണിച്ച് മോനെ ഇത് തിന്നോ എന്ന് വെളിയിൽ നിന്ന്, വീട്ടിൽ നിന്ന് ക്യാമ്പസിലേക്ക് സ്കൂളിലേക്ക് യാത്ര പോകുന്ന വഴിയിൽ വെച്ച് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ മക്കളെ ആ മിഠായി വാങ്ങരുതേ. ബാപ്പ ഉമ്മമാരെ, നമ്മുടെ മക്കൾ ആരോടാണ് ചങ്ങാത്തം സ്ഥാപിക്കുന്നത്, സൗഹൃദം പങ്കിടുന്നത്? ലഹരി മാഫിയകളുടെ പിടുത്തത്തിൽ നമ്മളുടെ മക്കള് അമർന്നുപോയിട്ടുണ്ടോ? കരുതേണ്ടത് നമ്മളുടെ കടമയാ. മാറിടത്ത് അടിച്ചിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. എല്ലാ വൃത്തികേടിൽ നിന്നും നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.